നമസ്കാരം, ഏവർക്കും PSC ചലഞ്ചറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലുകൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ ഫിലിംസുമായി ബന്ധപ്പെട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ, നമുക്കറിയാം ഇടയ്ക്ക് PSC പരീക്ഷകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അങ്ങനെ നമ്മൾ നോക്കി വെക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചെടുക്കുകയാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗങ്ങൾ മുൻപ് ഇതേ വർഷങ്ങളിലേക്ക് അവാർഡുകൾ PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ആ ഒരു പ്രാധാന്യം കൊണ്ടാണ് ഈ ഭാഗം നമ്മൾ ഇവിടെ പഠിക്കുന്നത്. പുതിയതായിട്ടൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ ശ്രദ്ധിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ കറണ്ട് അഫേഴ്സ് 3 പ്ലേലിസ്റ്റിലായിട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കറണ്ട് അഫേഴ്സ് 2020, കറണ്ട് അഫേഴ്സ് 2021, അതേപോലെ ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സ്. ആ ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്ത് പഠിക്കുക. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആരംഭിക്കുന്ന ചില ബാച്ച് കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യുകയാണ്. നമുക്കറിയാം പ്ലസ് കോഴ്സുകളുടെ പ്രത്യേകത, അൺഅക്കാഡമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് പൂർണ്ണമായും സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കോഴ്സുകളാണ്. പഠിക്കുന്ന പോർഷൻസിനെ ബേസ് ചെയ്ത് റിവിഷൻസും ഡൗട്ട് ക്ലിയർ സെക്ഷൻസും അതേപോലെ പഠിക്കുന്ന എല്ലാ പോർഷൻസിൻ്റെയും PDF നോട്ട്സും അവൈലബിൾ ആണ്. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ദിശ എന്ന പേരിൽ ഒരു 60 days ബാച്ച് കോഴ്സ് +2 ലെവൽ മെയിൻസ്, സ്പെഷ്യലി സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നവംബർ 10 മുതൽ ലോഞ്ച് ചെയ്യുകയാണ്. അൺഅക്കാഡമിയിലെ ടോപ്പ് 9 എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഇവിടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ചേർന്ന് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും ഈസി ആയിട്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ ഈ ഒരു കോഴ്സ് സഹായിക്കും. ചേർന്ന് പഠിക്കുന്ന വേളയിൽ നമ്മുടെ റെഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. അതേപോലെ ദൗത്യം എന്ന പേരിൽ ഒരു 150 days ബാച്ച് കോഴ്സ് വെബ്കോ അസിസ്റ്റന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി അൺഅക്കാഡമിയിലെ ടോപ്പ് 9 എഡ്യൂക്കേറ്റേഴ്സിനെ ഉൾപ്പെടുത്തി നമ്മളൊരു ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മുടെ റെഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. അതുപോലെ ആരംഭം എന്ന പേരിൽ ഒരു 120 days ഫൗണ്ടേഷൻ ബാച്ച് കോഴ്സ് 10th ലെവൽ എക്സാംസിന്, ദാറ്റ് ഈസ് LDC, LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാം, ഇങ്ങനെ ഉള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന തുടക്കക്കാർക്ക് വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അൺഅക്കാഡമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ഓരോ കോഴ്സിൻ്റെയും ബേസ് മുതൽ പഠിപ്പിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു കോഴ്സാണിത്. ഫസ്റ്റ്, ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2021. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2021. മികച്ച ചിത്രം നസീർ. ഇത് സംവിധാനം ചെയ്തത് അരുൺ കാർത്തിക് ആണ്. ഇപ്പോൾ പഠിക്കുക, ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2021 മികച്ച ചിത്രം ഏതായിരുന്നു? നസീർ. ആരാണ് സംവിധാനം ചെയ്തത്? അരുൺ കാർത്തിക്. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2021 മികച്ച ചിത്രം ഏതാണ്? നസീർ. സംവിധാനം അരുൺ കാർത്തിക്. മികച്ച സംവിധായകൻ അജിത് പാൽ സിംഗ്, ഫയർ ഇൻ ദ മൗണ്ടൻസ് എന്ന ചിത്രത്തിനാണ്. അപ്പോൾ മികച്ച സംവിധായകൻ ആരെന്ന് ചോദിച്ചാലാണ് അജിത് പാൽ സിംഗ് ആണ്. ചിത്രം ഏതാണ്? ഫയർ ഇൻ ദ മൗണ്ടൻസ്. അപ്പോൾ മികച്ച ചിത്രം നസീർ. ആര് സംവിധാനം ചെയ്തു? അരുൺ കാർത്തിക്. മികച്ച സംവിധായകൻ ആരാണ്? അജിത് പാൽ സിംഗ്. മികച്ച സംവിധായകൻ ആരാണ്? അജിത് പാൽ സിംഗ്. ഏതാണ് ചിത്രം? ഫയർ ഇൻ ദ മൗണ്ടൻസ്. ദെൻ മികച്ച നടൻ സിദ്ധാർത്ഥ് മേനോൻ. ചിത്രം ജൂൺ. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2021 മികച്ച നടൻ ആരെന്ന് ചോദിച്ചാലാണ് സിദ്ധാർത്ഥ് മേനോനാണ്. ഏത് ചിത്രമാണ്? ജൂൺ. മികച്ച നടി അക്ഷത പാണ്ഡവപുരം. ചിത്രം വേർ ഈസ് പിങ്കി. ഇപ്പോൾ 2 പോയിന്റും ശ്രദ്ധിച്ചോണം. മികച്ച നടി ആരാണ്? അക്ഷത പാണ്ഡവപുരം. ചിത്രം ഏതാണ്? വേർ ഈസ് പിങ്കി. വേർ ഈസ് പിങ്കി. ഇപ്പോൾ ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2021 മികച്ച നടൻ സിദ്ധാർത്ഥ് മേനോൻ. ചിത്രം ജൂൺ. മികച്ച നടി അക്ഷത പാണ്ഡവപുരം. ചിത്രം വേർ ഈസ് പിങ്കി. ദെൻ മികച്ച ഡോക്യുമെൻ്ററി അഹിംസ ഗാന്ധി, ദ പവർ ഓഫ് പവർലെസ്. ഇത് സംവിധാനം ചെയ്തത് രമേശ് ശർമ്മയായിരുന്നു. മികച്ച ഡോക്യുമെൻ്ററി ആയി ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2021 തിരഞ്ഞെടുക്കപ്പെട്ടതാണ് അഹിംസ ഗാന്ധി, ദ പവർ ഓഫ് പവർലെസ്. ആരാണ് സംവിധാനം ചെയ്തത്? രമേശ് ശർമ്മ. മികച്ച ഡോക്യുമെൻ്ററി അഹിംസ ഗാന്ധി, ദ പവർ ഓഫ് പവർലെസ്. ആര് സംവിധാനം ചെയ്തു? രമേശ് ശർമ്മ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2021 ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. നെക്സ്റ്റ്, ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ലോസ് ഏഞ്ചൽസ് 2021. നെക്സ്റ്റ് ഒരു കാറ്റഗറിയാണ് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ലോസ് ഏഞ്ചൽസ് 2021. മികച്ച ഫീച്ചർ സിനിമയ്ക്കുള്ള അവാർഡ് നേടിയ തമിഴ് സിനിമ എന്ന് ചോദിച്ചാൽ സേത് തൂമാൻ ആണ്. സേത് തൂമാൻ. പഠിക്കുക, മികച്ച ഫീച്ചർ സിനിമയ്ക്കുള്ള അവാർഡ് നേടിയ തമിഴ് സിനിമ എന്ന് ചോദിച്ചാൽ സേത്
തൂമാനാണ്. ഇത് സംവിധാനം ചെയ്തത് തമിഴാണ്. ഡയറക്ടറുടെ പേരാണ് തമിഴ്. ഇപ്പോൾ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ലോസ് ഏഞ്ചൽസ് 2021 മികച്ച ഫീച്ചർ സിനിമയ്ക്കുള്ള അവാർഡ് നേടിയ തമിഴ് സിനിമയെന്ന് ചോദിച്ച ഏതാണ്? സേത് ധൂമാനാണ്. ആര് സംവിധാനം ചെയ്തു? തമിഴ്. ദെൻ ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ പ്രത്യേക പരാമർശം ലഭിച്ച മലയാള സിനിമ എന്ന് ചോദിച്ചാൽ ബിരിയാണിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ചോദിക്കാം. ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ലോസ് ഏഞ്ചൽസ് 2021 പ്രത്യേക പരാമർശം ലഭിച്ച മലയാള സിനിമയെന്ന് ഏതാണ്? ബിരിയാണിയാണ്. ഇത് സംവിധാനം ചെയ്തത് സജിൻ ബാബു ആണ്. ബിരിയാണി സംവിധാനം ചെയ്ത ആരാണ്? സജിൻ ബാബു. ദെൻ മികച്ച ഷോർട്ട് ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബിറ്റു. ഇത് സംവിധാനം ചെയ്തത് കരിഷ്മ ദൂബെയാണ്. ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ലോസ് ഏഞ്ചൽസ് 2021 മികച്ച ഷോർട്ട് ഫിലിം ഏതായിരുന്നു? ബിറ്റു. ആര് സംവിധാനം ചെയ്തു? കരിഷ്മ ദൂബെ. അതേപോലെ മികച്ച സിനിമയ്ക്കുള്ള ഓഡിയൻസ് അവാർഡ് ലഭിച്ചത് ഫയർ ഇൻ ദ മൗണ്ടൻസ് എന്ന ചിത്രത്തിനാണ്. ഇത് സംവിധാനം ചെയ്തത് അജിത് പാൽ സിംഗ് ആണ്. മുൻപ് നമ്മൾ ഈ ചിത്രം കണ്ടിരുന്നു. അപ്പോൾ പഠിക്കുക. മികച്ച സിനിമയ്ക്കുള്ള ഓഡിയൻസ് അവാർഡ് ലഭിച്ച ഏത് സിനിമയ്ക്കാണ്? ഫയർ ഇൻ ദ മൗണ്ടൻസ് എന്ന സിനിമയ്ക്കാണ്. മികച്ച സിനിമയ്ക്കുള്ള ഓഡിയൻസ് അവാർഡ് ലഭിച്ചത് ഫയർ ഇൻ ദ മൗണ്ടൻസ് എന്ന സിനിമയ്ക്കാണ്. സംവിധാനം ചെയ്തവരാണ് അജിത് പാൽ സിംഗ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പഠിക്കേണ്ടത്. നെക്സ്റ്റ്, ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ 2021. ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ 2021 മികച്ച ചിത്രം സുരറി പോട്ട്. മികച്ച ചിത്രം എന്ന് ചോദിച്ചതാണ് സുരറി പോട്ടറാണ് മികച്ച ചിത്രം. ഇത് സംവിധാനം ചെയ്തത് സുധാ കൊങ്കാരയാണ്. ഇപ്പോൾ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ 2021 മികച്ച ചിത്രം ഏതാണ്? സുരൈ പോട്ടറാണ്. ആരാണ് സംവിധാനം ചെയ്തത്? സുധാ കൊങ്കാര. മികച്ച സംവിധായകൻ അനുരാഗ് ബസു. മികച്ച സംവിധായകൻ ആരെന്ന് ചോദിച്ചാൽ അനുരാഗ് ബസു ആണ്. ചിത്രം ലൂഡോ. അപ്പോൾ ഈ 2 പോയിന്റുകൾ പഠിക്കുക. ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ 2021 മികച്ച ചിത്രം സുരൈ പോട്ടാണ്. ആരാണ് സംവിധാനം ചെയ്തത്? സുധാ കൊങ്കാര. മികച്ച സംവിധായകൻ ആരാണ്? അനുരാഗ് ബസു ആണ്. ചിത്രം ഏതാണ്? ലൂഡോ. ദെൻ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ 2021 മികച്ച നടൻ സൂര്യ. സുരൈ പോട്ട എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ്. മികച്ച നടി വിദ്യാ ബാലൻ. ചിത്രം ഷെർണി. ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ 2021 മികച്ച നടൻ സൂര്യയാണ്. മികച്ച നടി ആരെന്ന് ചോദിച്ചാലാണ്? വിദ്യാ ബാലനാണ്. ഏത് ചിത്രമാണ്? ഷെർണി. മികച്ച നടി വിദ്യാ ബാലൻ. ചിത്രം ഷെർണി. ദെൻ ഇവിടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ട്. ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ 2021 പ്രത്യേക പരാമർശം ലഭിച്ച മലയാള നടി ആരെന്ന് ചോദിച്ചാൽ നിമിഷ സജയനാണ്. പ്രത്യേക പരാമർശം ലഭിച്ച മലയാള നടി ആരെന്ന് ചോദിച്ചാലാണ്? നിമിഷ സജയനാണ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമയിലെ അഭിനയത്തിനാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് ശ്രദ്ധിച്ചോണം. വേണമെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ 2021 പ്രത്യേക പരാമർശം ലഭിച്ച മലയാള നടിയാരെന്ന്? ആരാണ്? നിമിഷ സജയനാണ്. ഏത് ചിത്രത്തിനാണ്? ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ്. ദെൻ നെക്സ്റ്റ് വൺ. അപ്പോൾ നമ്മൾ 2021 പ്രാധാന്യം കൊടുത്ത് 2020 കുറേയൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. 2020 പരീക്ഷയ്ക്ക് ചോദിക്കാത്തൊരു കാറ്റഗറി ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മോസ്കോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2020. ശ്രദ്ധിച്ചോണം. മോസ്കോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2020 മികച്ച നടി മലയാളിയായ കനി കുസൃതി ആയിരുന്നു. ബിരിയാണി എന്ന ചിത്രത്തിനാണ്. അതേപോലെ മോസ്കോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് ലഭിച്ച ആദ്യ മലയാള സിനിമ എന്ന റെക്കോർഡ് ബിരിയാണിക്ക് ലഭിച്ചു. ഇത് സംവിധാനം ചെയ്തത് സജിൻ ബാബു ആണ്. അപ്പോൾ 2 പോയിന്റ്സ് ഓർത്തോണം. മോസ്കോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2020 മികച്ച നടിയാരെന്ന് ചോദിച്ചാൽ കനി കുസൃതിയാണ്. ഏത് ചിത്രമാണ്? ബിരിയാണി. അപ്പോൾ ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്ത മറ്റു ഫിലിംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയത്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ്, മോസ്കോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് ലഭിച്ച ആദ്യ മലയാള സിനിമ എന്ന റെക്കോർഡ് ബിരിയാണിക്ക് ലഭിച്ചു. സംവിധാനം ചെയ്ത ആരാണ്? സജിൻ ബാബു ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, 2020 കുറേ കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം ഒഴിവാക്കിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത്. തീർച്ചയായിട്ടും ഈ ഭാഗം എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു ഭാഗം കൂടിയാണിത്. അപ്പം അതുപോലെ നമ്മളൊന്ന് റിവൈസ് ചെയ്യുകയാണ്. എല്ലാവരും ആൻസർ റീകളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2021 കുറിച്ചാണ് ആദ്യം പഠിച്ചത്. മികച്ച ചിത്രം നസീർ ആയിരുന്നു. ആരാണ് സംവിധാനം ചെയ്തത്? അരുൺ കാർത്തിക്. മികച്ച സംവിധായകൻ ആരായിരുന്നു? മികച്ച സംവിധായകൻ പേര് കിട്ടുന്നുണ്ടോ? അജിത് പാൽ സിംഗ്. ഏത് ചിത്രമായിരുന്നു? ഫയർ ഇൻ ദ മൗണ്ടൻസ് എന്ന ചിത്രമായിരുന്നു. മികച്ച നടനാരായിരുന്നു? സിദ്ധാർത്ഥ് മേനോൻ. പേര് കിട്ടുന്നുണ്ടോ? മികച്ച നടനാരായിരുന്നു? സിദ്ധാർത്ഥ് മേനോൻ. ഏത് ചിത്രമായിരുന്നു? ജൂൺ. മികച്ച നടിയാരായിരുന്നു? അക്ഷത പാണ്ഡവപുരം. ഏത് ചിത്രമായിരുന്നു? വേർ ഈസ് പിങ്കി. മികച്ച നടിയാരായിരുന്നു? അക്ഷത പാണ്ഡവപുരം. ചിത്രം ഏതായിരുന്നു? വേർ ഈസ് പിങ്കി. മികച്ച ഡോക്യുമെന്ററി ഏതായിരുന്നു? അഹിംസ ഗാന്ധി ദ പവർ ഓഫ് പവർലെസ്. മികച്ച ഡോക്യുമെന്ററി ഏതായിരുന്നു? അഹിംസ ഗാന്ധി ദ പവർ ഓഫ് പവർലെസ്. ആര് സംവിധാനം ചെയ്തു? രമേശ് ശർമ്മ സംവിധാനം ചെയ്തു.
പിന്നെ നമ്മൾ പഠിച്ചത് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ലോസ് ഏഞ്ചൽസ് 2021 കുറിച്ചാണ്. അവിടെ മികച്ച ഫീച്ചർ സിനിമയ്ക്കുള്ള അവാർഡ് നേടിയ തമിഴ് സിനിമ ഏതായിരുന്നു? സേത് ധൂമാനാണ്. ആര് സംവിധാനം ചെയ്തു? തമിഴ് എന്ന് പറയുന്ന വ്യക്തി. അതേപോലെ ആ ഫിലിം ഫെസ്റ്റിവലിൽ പ്രത്യേക പരാമർശം ലഭിച്ച മലയാള സിനിമ ഏതായിരുന്നു? ബിരിയാണിയാണ്. ആരാണ് സംവിധാനം ചെയ്തത്? സജിൻ ബാബു ആണ്. അതേപോലെ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ലോസ് ഏഞ്ചൽസിലെ മികച്ച ഷോർട്ട് ഫിലിം ഏതായിരുന്നു? ബിറ്റു. ആര് സംവിധാനം ചെയ്തു? കരിഷ്മ ദുബെ. അതേപോലെ മികച്ച സിനിമയ്ക്കുള്ള ഓഡിയൻസ് അവാർഡ് ലഭിച്ച ഏത് ചിത്രത്തിനായിരുന്നു? ഫയർ ഇൻ ദ മൗണ്ടൻസ് എന്ന ചിത്രത്തിനാണ്. സംവിധാനം ചെയ്ത ആരാണ്? അജിത് പാൽ സിംഗ് ആണ്. പിന്നെ നമ്മൾ പഠിച്ചത് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ 2021 കുറിച്ചാണ്. ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ 2021 മികച്ച ചിത്രം ഏതായിരുന്നു? സുരരി പോട്രാണ്. ആരായിരുന്നു സംവിധാനം? സുധാ കൊങ്കാര. മികച്ച സംവിധായകൻ ആരായിരുന്നു? പേര് കിട്ടുന്നുണ്ടോ? അനുരാഗ് ബസു. ഏത് ചിത്രമായിരുന്നു? ലൂഡോ. മികച്ച നടൻ സൂര്യയാണ്. മികച്ച നടി ആരായിരുന്നു? വിദ്യാബാലൻ. ഏത് ചിത്രത്തിനായിരുന്നു? ഷെർണി. അതേപോലെ ഈ ഫിലിം ഫെസ്റ്റിവലിൽ പ്രത്യേക പരാമർശം ലഭിച്ച മലയാള നടി ആരാണ്? നിമിഷ സജയൻ. ഏത് ചിത്രത്തിനാണ്? ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ലാസ്റ്റ് നമ്മൾ പഠിച്ചത് മോസ്കോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2020 കുറിച്ചാണ്. മികച്ച നടിയായിട്ട് കനി കുസൃതി ബിരിയാണി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടു. അതേപോലെ മോസ്കോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് ലഭിച്ച ആദ്യ മലയാള സിനിമയായിട്ട് ഏത് മാറി? ബിരിയാണി. സംവിധാനം ചെയ്ത ആരാണ്? സജിൻ ബാബു ആണ്. അപ്പോൾ ഇവിടെയും നമ്മൾ പഠിച്ച ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക്